ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങാം. റൂട്ട് നമ്പർ 7-ൽ അൽഫല സ്റ്റേറ്റ് നേവിഗേരത്തിൽ നിന്ന് ഡിപ്പാർച്ചർ ചെയ്ത് ആദ്യം കിട്ടുന്ന സിഗ്നലിൽ ഫ്രീ റൈറ്റ് എടുത്ത് നമ്മൾ സലാം സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നു. സലാം സ്ട്രീറ്റിന്റെ പുതിയ പേര് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റ് എന്നാണ്. ഇവിടെയുള്ള ഈ സ്റ്റോപ്പിന്റെ മറുവശത്തായാണ് അബുദാബി മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും അടുത്ത സിഗ്നലിൽ ഫ്രീ റൈറ്റ് എടുത്ത് നമ്മൾ അബുദാബി മാളിന്റെ ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇനിയും മുന്നോട്ടുള്ള മെയിൻ സ്റ്റോപ്പുകളെ കുറിച്ച് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുകയുള്ളൂ. വീണ്ടും അടുത്ത സിഗ്നലിൽ ലെഫ്റ്റ് എടുത്ത് നമ്മൾ അൽ സഹ്യ ബസ് സ്റ്റേഷൻ സ്റ്റോപ്പിൽ എത്തിച്ചേരുന്നു. ഇവിടെ ഇറങ്ങിയാൽ അബുദാബി മാളിലേക്ക് പോകാനും സാധിക്കും. ഇനിയും നമ്മൾ എത്തിച്ചേരുന്നത് അബുദാബി മാൾ ബസ് സ്റ്റോപ്പിലേക്കാണ്. അടുത്ത സിഗ്നലിൽ വീണ്ടും ലെഫ്റ്റ് ടേൺ എടുത്ത് നമ്മൾ സായിദ ബസ് സ്ട്രീറ്റിൽ എത്തിച്ചേരുന്നു. ഇനിയുള്ളത് ഇലക്ട്ര സ്ട്രീറ്റിലെ മെയിൻ സ്റ്റോപ്പായ ഇലക്ട്ര പാർക്ക്. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്നത് സലാം സ്ട്രീറ്റ് ആണ്. ഇപ്പോൾ ക്രോസ് ചെയ്യുന്നത് ഓൾഡ് നജിദ സ്ട്രീറ്റ് ആണ്. ഇവിടെയുള്ള ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ഗ്രീൻ ഹൗസിലേക്ക് പോകാൻ സാധിക്കും. ഇത് LLH ബസ് സ്റ്റോപ്പ്. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്നത് മുറൂർ റോഡാണ്. മുറൂർ റോഡിന്റെ പുതിയ പേര് സുൽത്താൻ ബിൻ സായിദ് സ്ട്രീറ്റ് എന്നാണ്. ഇത് ഒരു മെയിൻ സ്റ്റോപ്പാണ്. അടുത്തതായി കിട്ടുന്നത് NMC ഹോസ്പിറ്റൽ സ്റ്റോപ്പാണ്. ഇപ്പോൾ ക്രോസ് ചെയ്യുന്നത് എയർപോർട്ട് റോഡാണ്. അടുത്ത സ്റ്റോപ്പ് ഖസർ അൽ ഹസൻ അല്ലെങ്കിൽ കൾച്ചറൽ ഫൗണ്ടേഷൻ എന്നും അറിയപ്പെടും. ഇത് ഒരു മെയിൻ സ്റ്റോപ്പായ ഗ്രാൻഡ് സ്റ്റോർ ആണ്. ഖാലിദിയ മാളിലേക്ക് പോകാനുള്ളവർക്ക് ഈ സ്റ്റോപ്പിൽ ഇറങ്ങാവുന്നതാണ്. അടുത്തത് ഖാലിദിയ പാർക്ക്. ഇവിടെ ഒരു തൗജി സെന്ററും സെഹ മെഡിക്കൽ സെന്ററും സ്ഥിതി ചെയ്യുന്നു.
ഇപ്പോൾ ക്രോസ് ചെയ്യുന്നത് അൽഖലീജ് അൽ അറബി സ്ട്രീറ്റ് ആണ്. ഇനിയും നമ്മൾ എത്തിച്ചേരുന്നത് അബുദാബി എനർജി സെന്റർ സ്റ്റോപ്പിലേക്കാണ്. ഇവിടെയുള്ള ഈ സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ കാണുന്നത് ഷേഖ ഫാത്തിമ പാർക്കാണ്. ഇവിടെയുള്ള സിഗ്നലിൽ ഫ്രീ റൈറ്റ് എടുത്ത് നമ്മൾ കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നു. ഈ ബസ് സ്റ്റോപ്പിന്റെ മറുവശത്തായാണ് 5 സ്റ്റാർ ഹോട്ടലായ ഇന്റർകോണ്ടിനെന്റൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് അഡ്നോക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്. ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ എത്തിഹാദ് ടവേഴ്സിലേക്കും എമിറേറ്റ് പാലസിലേക്കും പോകാൻ സാധിക്കും. ഇവിടെയുള്ള ഈ സിഗ്നൽ ലെഫ്റ്റ് എടുത്ത് നമ്മൾ മറീന മാൾ എത്തുന്നതിന് മുന്നേ ഉള്ള അവസാന സ്റ്റോപ്പിൽ എത്തിച്ചേരുന്നു. റൂട്ട് നമ്പർ 7 കോർണിഷിലേക്കുള്ള ഒരേ ഒരു സ്റ്റോപ്പ് ഇതാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മറീന മാൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റോപ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.